പാറൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു സൂപ്പർ കപ്പ വേവിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ കപ്പ ഇന്ന് വേവിക്കുന്നത് അമ്മയാണ്. ഇത് അമ്മയുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അമ്മ എല്ലാവർക്കും ഓരോ ഹായ് എല്ലാം തന്നിട്ടുണ്ട്. കപ്പ തൊലി കളയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു 2 കിലോ കപ്പയാണ് വേവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കളയണം. എന്നിട്ട് ഇത് അരിഞ്ഞെടുക്കണം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ കപ്പയുടെ കൂടെ നമ്മളൊരു ബീഫ് കറിയും കൂടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി അടുത്തൊരു വീഡിയോയിലായിട്ട് ഇടുന്നതാണ്. ഇതിപ്പം തൊലിയെല്ലാം കളഞ്ഞെടുക്കട്ടെ. ഇപ്പം കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇതിനി അരിയണം. ഇതുപോലെയാണ് അമ്മ അരിയുന്നത്. ഇതുപോലെ എല്ലാ കപ്പയും അരിഞ്ഞെടുക്കട്ടെ. കപ്പയെല്ലാം അരിഞ്ഞ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതിനുള്ള വെള്ളം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അരയ്ക്കാനുള്ള സാധനങ്ങൾ തേങ്ങ, മഞ്ഞൾപ്പൊടി, കാന്താരി, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില. കാന്താരി ഇല്ലെങ്കിൽ അതിന് പകരം പച്ചമുളക് അരച്ചാൽ മതി. ഇതെല്ലാം കൂടെ അരച്ച് ശകലം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഈ കപ്പ എടുത്തിടാം. കപ്പ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. കപ്പ നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. കപ്പ ഏകദേശം തിളച്ച് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം. വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഈ അരപ്പിൽ കുറച്ച് ഉപ്പ് ഇട്ട് ഈ കപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞ് വയ്ക്കണം. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അരപ്പെല്ലാം ഒന്ന് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരണം. ഇനി ഇത് ഇളക്കണം. ഇളക്കാൻ ഇതുപോലത്തെ ഒരു സാധനം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതൊരു മടൽ കഷ്ണത്തിലുണ്ടാക്കിയതാണിത്. ഇത് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതാണ് കുറച്ച് പാടുള്ളൊരു പരിപാടി ഇളക്കുന്നത്. ഈ കപ്പ നല്ല വേവുന്ന കപ്പയല്ലായിരുന്നു. അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉടയാത്തതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും. കപ്പ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കപ്പ വേവിച്ചതാണ്. ഇതിൻ്റെ കൂടെ നല്ല ബീഫും കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരാം. കപ്പയും ബീഫും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം.